ഹല്ലേലൂയ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അഗ്നിയും ജലവും എന്നതിനെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം തിരുലിഖിതം. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവം തന്റെ അനന്തമായ കാരുണ്യത്താൽ ദൈവവചനത്തിനു വേണ്ടി എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. റോമാലേഖനം 9-ാം അധ്യായം 16-ാം തിരുലിഖിതം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇന്ന് നാം ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ദയയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചത്. ആ ദയാപരനായ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് എളിമയോടെ ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. 1-2 വ്യക്തികളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എളിയ മക്കളെ അനുഗ്രഹിക്കുന്നതാണ് അനേകം വ്യക്തിയുടെ അനുഭവങ്ങളിൽ ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ താല്പര്യപൂർവ്വം വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടുന്ന യുവതി യുവാക്കന്മാരെയും ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും കൈക്കുഞ്ഞുങ്ങളെയും പ്രത്യേകമാം വിധം അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഞാൻ ഈ കഴിഞ്ഞ 15 വർഷത്തെ ആത്മീയ ശുശ്രൂഷകളിൽ കണ്ടുമുട്ടുകയാണ്. 1-2 ആളുകളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ലിൻസി. ഞാൻ എറണാകുളം ജില്ലയിലെ പറവൂരാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും സ്ഥിരമായി അഭിഷേകാഗ്നി കാണാറുണ്ട്. എൻ്റെ മക്കൾക്ക് ഇത് വലിയ സന്തോഷമുള്ളൊരു വിഷയമാണ്. എൻ്റെ മോൻ അഭിഷേകാഗ്നി കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ് രേഖപ്പെടുത്തുന്നത്. എൻ്റെ മോൻ്റെ പേര് ആൻ്റണി. അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയും പേടിയുമാണ്. ടീച്ചറെ അവൻ വല്ലാതെ പേടിക്കുന്നു. രാവിലെ സ്കൂളിൽ പോകാൻ നേരമാകുമ്പോൾ വലിയ കരച്ചിലാണ്. ഭക്ഷണമൊന്നും കഴിക്കില്ല. നിർബന്ധിച്ചു കൊടുത്താൽ അവൻ ഛർദ്ദിക്കും. സ്കൂളിലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ സ്ഥിരം ഓക്കാനിക്കുന്നു. 1-2 ദിവസം നിർബന്ധിച്ച് അവനെ സ്കൂളിൽ വിട്ടാൽ പിന്നെ ദിവസങ്ങളോളം പനിയും തളർച്ചയുമാണ്. മറ്റെന്തെങ്കിലും അസുഖങ്ങളും അവനെ വന്ന് പിടികൂടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അനേകം കുട്ടികളെ അനുഗ്രഹിക്കുന്ന കാര്യം അച്ഛൻ വെളിപ്പെടുത്തിയത്. മോന് സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അഭിഷേകാഗ്നിയിൽ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മകനെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ, എൻ്റെ മകനെ അങ്ങേക്ക് അടിമ വെക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സ്കൂൾ തുറന്ന അന്ന് തന്നെ മോൻ യാതൊരു മടിയോ കരച്ചിലോ ഇല്ലാതെ സന്തോഷത്തോടെ തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോകുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനും സ്കൂളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിനും അവന് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടീച്ചറുള്ള പേടിയും മാറിപ്പോയി. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു തടസ്സം എടുത്തു മാറ്റി കുഞ്ഞിനെ അനുഗ്രഹിച്ച കർത്താവിന് ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. നോക്കുക, ഇവർ കുടുംബം ഒന്നിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കുട്ടികൾക്ക് അത് കാണാൻ വലിയൊരു ആഗ്രഹം. അങ്ങനെ ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ മേലുണ്ടായിരുന്ന ദുർപീഡ വിട്ടുപോകാൻ വേണ്ടി കുട്ടിയെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത് കുട്ടിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച്. ഇതാ മറ്റൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജെയിംസ്. ഞാൻ അവിട്ടത്തൂർ ഇടവക്കാരനാണ്. എൻ്റെ മകന് വിക്കുണ്ടായിരുന്നു. ആദ്യമൊന്നും അവനൊരു കുഴപ്പവുമില്ലായിരുന്നു. നന്നായി വർത്താനം പറയുന്ന കുട്ടിയായിരുന്നു. ഒരു ദിവസം അവന് ചില വാക്കുകൾ എളുപ്പത്തിൽ പറയുവാൻ സാധിച്ചില്ല. ഞങ്ങൾ അത് അത്ര കാര്യമായി എടുത്തിരുന്നില്ല. പിന്നെ അവന് ഒരു കാര്യവും ശരിക്കും പറയാൻ കഴിയാതെയായി.
വിക്കുണ്ടോ എന്ന് അവനെ കാണുമ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി. അവൻ അപ്പോൾ അധികമൊന്നും സംസാരിക്കാതെയായി. ഞങ്ങൾ എല്ലാ ആഴ്ചയും അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ്. ഞങ്ങളുടെ മകൻ്റെ വിക്ക് ഞങ്ങളുടെ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങൾ കുടുംബം ഒന്നിച്ച് മകനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ സെഗിയോൻ ടീമിനോട് ചേർന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മകൻ്റെ വിക്ക് പരിപൂർണമായും വിട്ടുമാറി. ഇന്ന് അവന് സ്ഫുടമായും വ്യക്തമായും സംസാരിക്കാൻ കർത്താവ് കഴിവ് നൽകിയിരിക്കുന്നു. ജെയിംസ് തൊമ്മാന, ചിറ്റിലപ്പള്ളി തൊമ്മാന ഹൗസ്, അവിട്ടത്തൂരെന്ന് ഇത് ഒരു കുടുംബം, അവരുടെ അനുഭവം കുട്ടികളെ അനുഗ്രഹിച്ച ദൈവം ഇടപെട്ടതിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇതാ മറ്റൊരു വ്യക്തി, ഒരു കുട്ടി ആ കുട്ടിയുടെ അനുഭവം നേരിട്ട് എഴുതിയിരിക്കുകയാണ്. എൻ്റെ പേര് ലിത കെ തോമസ്, എനിക്ക് 19 വയസ്സ്, അടൂര് പത്തനംതിട്ട ആനന്ദപ്പള്ളിയിലാണ് എൻ്റെ വീട്. ഞാൻ ഈ കത്ത് എഴുതുന്നത് ഈശോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ്. ഞാൻ 10ാം ക്ലാസ് മുതൽ അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരം കാണുന്ന കുട്ടിയാണ്. എൻ്റെ പഠന വിഷയത്തിൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ വചന ശുശ്രൂഷയുടെ സമയത്ത് യേശുവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ച് എൻ്റെ ബുദ്ധി തെളിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും വിഷമമുള്ള വിഷയങ്ങൾ മാത്സും ഫിസിക്സും ആയിരുന്നു. എന്നാൽ എല്ലാ ആഴ്ചയിലും അഭിഷേകാഗ്നി പരിപാടിയിൽ യേശുവേ എൻ്റെ ബുദ്ധി തെളിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയത്തിനും A+ നൽകി കർത്താവ് ഉന്നത വിജയത്തോടെ എന്നെ ജയിപ്പിച്ചു. വീണ്ടും ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കാൻ തുടങ്ങി. +1 ഫിസിക്സും കണക്കും എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. എന്ത് തിരക്കുണ്ടെങ്കിലും സൺഡേയിൽ അഭിഷേകാഗ്നി പരിപാടി കണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ബുദ്ധിയെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്തു. പരിശുദ്ധാത്മാവെ, പഠിക്കാൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് എനിക്ക് കിട്ടും എന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് വിശ്വാസം തോന്നി. ആ വർഷം പരീക്ഷ എഴുതി സ്കൂൾ ഫസ്റ്റായി, ഞാൻ പാസ്സായി. സ്കൂളിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടി എന്ന നിലയിൽ എനിക്ക് അംഗീകാരം കിട്ടി. വീണ്ടും 2010 +2 റിസൾട്ട് വന്നു. +2 റിസൾട്ടിലും എനിക്ക് എല്ലാ വിഷയത്തിനും A+ നൽകി എൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ഇപ്പോൾ ഞാൻ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവ് ഈ വർഷവും എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നോക്കുക, 10ാം ക്ലാസ് തൊട്ട് സ്ഥിരം അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട ഒരു കുട്ടി എപ്പോഴും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളുള്ളപ്പോൾ, പരീക്ഷയെക്കുറിച്ച് ഭയം തോന്നുമ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ആ കുട്ടി ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആ കുട്ടിയുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് എങ്ങനെയാണ് കൈപിടിച്ച് നടത്തിയതെന്ന് അദ്ദേഹം അടൂരിന്ന് നമ്മളെ എഴുതി അറിയിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഈ വചനപ്രഘോഷണ നിമിഷങ്ങളിൽ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കാൻ എന്നെയും ഈ സമൂഹം മുഴുവനെയും ഇപ്പോൾ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അഭിഷേകം ചെയ്യണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുലിഖിതം, കുടില ബുദ്ധി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുലിഖിതം, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും മനസ്സ് തുറന്ന് യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുങ്ങി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും സ്വർഗത്തിന്റെ അത്യുന്നതമായ ശക്തി വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങൾ വിട്ടുമാറട്ടെ. വചനം കേൾക്കുമ്പോൾ ഉറക്കം, വചനം കേൾക്കുമ്പോൾ മടുപ്പ്, വചനം കേൾക്കുമ്പോൾ തടസ്സങ്ങൾ, ഈ സമയത്ത് കുടുംബങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന വഴക്കും ശിഥിലീകരണ ശക്തികളും എല്ലാ ഉപദ്രവങ്ങളും വചന ശുശ്രൂഷയ്ക്ക് തടസ്സമായി തലയുയർത്തി നിൽക്കുന്ന കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ദൈവത്തിലും ദൈവവചനത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ ദുരാത്മസേനകളെയും അന്ധകാര ശക്തികളെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹൃദയത്തുറവിയുടെ ആത്മാവ്, വചന വ്യാഖ്യാനത്തിന്റെ ആത്മാവ്, ദൈവരാജ്യ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ആത്മാവ്, വെളിപാടിന്റെ ആത്മാവ്, അരുളപ്പാടിന്റെ ആത്മാവ് ഓരോ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലേക്കും ഇപ്പോൾ നിറഞ്ഞു വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കി
മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അടഞ്ഞുപോയ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ദൈവിക പ്രകാശം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവത്തിന്റെ ശക്തിയാൽ ഹൃദയങ്ങളിൽ നിന്ന് സാത്താൻ കോട്ടകൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. അഗ്നിയും ജലവും. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം തിരുലിഖിതം. ഇതാ അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവം നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നിട്ട്, സമയങ്ങളും സാഹചര്യങ്ങളും ഏൽപ്പിച്ചു തന്നിട്ട്, നന്മയും തിന്മയും ജീവനും മരണവും അഗ്നിയും ജലവും നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യവും നൽകി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന താലന്തുകൾ ഉപയോഗിച്ച്, എനിക്കും നിങ്ങൾക്ക് ദൈവം നൽകിയ ആരോഗ്യം, കഴിവ് ഉപയോഗിച്ച് ഞാനും നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കും എന്നുള്ളത് സത്യമാണ്. ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2010 സെപ്റ്റംബർ മാസത്തിൽ പാലക്കാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ഇതാ വലിയൊരു ദൈവവചന കൺവെൻഷൻ നടക്കുകയാണ്. 3 ദിവസം നീണ്ടുനിന്ന ആ കൺവെൻഷൻ ദിവസങ്ങളിൽ ഇതാ എൻ്റെ ഹൃദയം തുറപ്പിച്ച, എൻ്റെ കണ്ണുകൾ തുറപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. കൺവെൻഷന്റെ 3-ാം ദിവസം 3 കുട്ടികൾ പാലക്കാട് ജില്ലയിലുള്ള കുഴൽമന്നം ദേശത്ത് നിന്ന് കൺവെൻഷൻ ടൗൺ ഹാളിലേക്ക് വരികയാണ്. 7-ാം ക്ലാസ്സിലും 6-ലും 5-ലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ. ആ 3 കുട്ടികളുടെ കൈകളിലും ഓരോ പൊതികളുണ്ട്. അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഈ ജില്ലയിലുള്ള കുഴൽമന്നം ദേശത്തുള്ളവരാണ്. യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ ഇന്ന് വരെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ പത്രത്തിൽ നിന്ന് ഇവിടെ വചനപ്രഘോഷണം നടക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് അച്ഛനെ സന്ദർശിച്ച് അച്ഛന് കാഴ്ചകൾ സമർപ്പിക്കണമെന്ന് ഉള്ളിലൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരോടും ഞങ്ങൾക്കറിയാവുന്നവരോടും ഞങ്ങൾ ചോദിച്ച് അവർ 2 രൂപയും 1 രൂപയും 5 രൂപയൊക്കെ തന്ന്, അങ്ങനെ ആ 3 കുട്ടികളും അവിടെ ഒരു കളക്ഷൻ എടുത്ത് ഒരു ചെറിയ സംഖ്യ 2 രൂപയുടെയും 5 രൂപയുടെയും 1 രൂപയുടെയൊക്കെ ഒരു കളക്ഷൻ വിധവയുടെ ചെമ്പുതൊട്ട് പോലെ ഇതാ കൺവെൻഷൻ ഹാളിൽ കൊണ്ടുവന്ന് 3-ാം ദിവസം ബലിപീഠത്തിലേക്ക് വെച്ച് യേശുവിനെ അവർ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തമായി ബസ്സിൽ കയറി പാലക്കാട് ടൗണിലേക്ക് വരാൻ പോലും അത്രമാത്രം ആ ഒരു പ്രായമോ ആ ഒരു തിരിച്ചറിവില്ലാത്ത ചെറിയ കുട്ടികൾ കുറെ ദൂരത്ത് നിന്ന് അവർ ആ പ്രഭാതത്തിൽ ബസ് കയറി, അവർക്ക് ബസ് വഴി കാണിക്കാൻ ആളെ വിളിച്ച് ബസ് കയറി ടൗൺ ഹാളിൽ വന്ന് കർത്താവിനെ ആരാധിച്ച് കാഴ്ചകൾ വെച്ച് വചനപ്രഘോഷണത്തിന് തങ്ങളാൽ ആവുന്ന വിധം ഒരു ചെറിയ സഹായം തന്നിട്ട് അവർ പോവുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു മനസ്സിലായി, അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് 10 രൂപയോ 50 രൂപയോ സുവിശേഷത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു സാമ്പത്തിക സ്ഥിതിയില്ല. കൂലിപ്പണിക്കാരുടെ വീടാണ്. അപ്പോൾ ആ കുട്ടികൾ ചെയ്തത് അവരുടെ ഫ്രണ്ട്സിനോട് ചോദിച്ച്, 5-ലും 6-ലും 7-ലും 8-ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ച് അങ്ങനെ 1 രൂപയും 2 രൂപയും 5 രൂപയൊക്കെ കളക്ട് ചെയ്ത് ഒരു ചെറിയ തുക വിധവയുടെ കാണിക്ക പോലെ ഇതാ കർത്താവിന്റെ ബലിപീഠത്തിലേക്ക് വെച്ച് തൊട്ട് നമസ്കരിച്ച് കർത്താവിനെ ആരാധിക്കുന്ന കാഴ്ച അവിടെ സമ്മേളിച്ചിരുന്ന എല്ലാവരുടെ കണ്ണുകളെ ഏറണണിയിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമുണ്ട്. ഈ ദേശത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നിവസിക്കുന്ന ദേശം. ഈ വാർത്ത പത്രത്തിലൂടെ എല്ലാവരും അറിഞ്ഞതാണ്. എന്നാൽ ആ 2-3 കുട്ടികളുടെ ഉള്ളിൽ ഒരു നന്മയുണ്ടായിരുന്നു, ഒരു ദൈവാത്മ സ്പർശനം. അവർ ആ ആത്മാവിൻ്റെ ആ സ്പർശനത്താൽ ഉണർന്ന് അവരുടെ പ്രായത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ ദൈവരാജ്യത്തിന് വേണ്ടി അവർ ചെയ്തു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ഞാൻ വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും, അവനിൽ നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും,
അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈ ഭൂമിയിൽ കർത്താവ് നൽകിയിരിക്കുമ്പോൾ, എനിക്ക് നിങ്ങൾക്ക് ആരോഗ്യം തന്നപ്പോൾ, എനിക്ക് നിങ്ങൾക്കും ബുദ്ധിയും ചിന്താശക്തിയും കാഴ്ചപ്പാടുകളും നൽകിയപ്പോൾ, ഇതെല്ലാം നന്മ ചെയ്യാനും ദൈവരാജ്യം വളർത്താനും വേണ്ടി കൂടിയാണ് ദൈവം തന്നതെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു നല്ല മനുഷ്യന് ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഓരോ നന്മയ്ക്കും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിങ്കൽ പ്രതിഫലമുണ്ട്. ഇത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. അവിടെ ജെറോബോവാം രാജാവിന്റെ കുടുംബത്തിന്റെ കഥയാണ് രേഖപ്പെടുത്തുന്നത്. സോളമൻ, മഹാനായ സോളമന് ശേഷം ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. അങ്ങനെ 2ആയി വിഭജിക്കപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിൽ 10 ഗോത്രങ്ങൾ ദൈവമെടുത്ത് സോളമൻ ഒരു ഭൃത്യനായ ജെറോബോവാമിന് കൊടുത്ത്, ജെറോബോവാമിനെ ദൈവം ഉയർത്തി രാജാവാക്കി. ദൈവം ജെറോബോവാമിനെ രാജാവാക്കിയപ്പോൾ ജെറോബോവാമിൽ നിന്ന് ഒരുപാട് നന്മ ദൈവം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ജെറോബോവാം ആകട്ടെ കസാരയിൽ അവൻ ഉപവിഷ്ടനായപ്പോൾ, അവന് സ്ഥാനം കിട്ടിയപ്പോൾ, അവന് ആരോഗ്യം ഉണ്ടായപ്പോൾ, സമ്പത്തുണ്ടായപ്പോൾ നന്മ ചെയ്യേണ്ട കാര്യം മറന്നിട്ട് എഴുതപ്പെട്ട വചനം ലംഘിക്കുന്നതിനായിരുന്നു അവന്റെ ആവേശം. അങ്ങനെ അവന്റെ പ്രതാപം തകർന്നു, അവന്റെ ഭാവി നശിച്ചു. അവൻ അങ്ങനെ തകർന്ന് തരിപ്പണമായപ്പോൾ ഒരു ദിവസം അവന്റെ കുട്ടി അബിയ കൊട്ടാരത്തിൽ രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ സ്വന്തം മകൻ അബിയ മരണത്തോട് മല്ലടിച്ച് കൊട്ടാരത്തിൽ കിടക്കുമ്പോൾ ജെറോബോവാം തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ രാജാവായി അഭിഷേകം ചെയ്ത അഹിയ പ്രവാചകൻ ഇതാ ബഥേലിൽ ജീവിച്ചിരിക്കുകയാണ്. നീ വേഷം മാറി എന്റെ ഭാര്യയാണെന്ന് അറിയാതെ അഹിയ പ്രവാചകൻ അടുത്ത് ചെന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ വെച്ചിട്ട് ഈ കുട്ടിയെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നിനക്കൊന്ന് ചോദിക്കാമോ എന്ന് പറഞ്ഞാൽ, ജെറോബോവാമിന് നേരിട്ട് പോകാൻ പറ്റാത്ത വിധം അവൻ ദൈവസന്നിധിയിൽ ദുഷ്ടനും, അവൻ ദൈവസന്നിധിയിൽ അകൃത്യമുള്ളവനും നന്മയില്ലാത്തവനുമായി മാറി. അതുകൊണ്ട് അവൻ സ്വന്തം ഭാര്യയെ ഇപ്പോൾ പ്രവാചകന്റെ അടുത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ ജെറോബോവാമിന്റെ ഭാര്യ വേഷപ്രച്ഛന്നയായി വേഷം മാറി ജെറോബോവാമിന്റെ ഭാര്യയാണെന്ന് അറിയിക്കാത്ത വിധത്തിൽ മറ്റൊരു വിധത്തിൽ വേഷം ധരിച്ച് ഇതാ കാഴ്ചകളുമായി അഹിയ പ്രവാചകന്റെ കൂടാരത്തിന്റെ വാതിൽക്കലേക്ക് എത്തി. അഹിയ ഇപ്പോൾ പ്രായാധിക്യ നിമിത്തം കണ്ണ് കാണാതെ പടുവൃദ്ധനായി കുടിലിനുള്ളിൽ പ്രാർത്ഥനയിൽ കഴിയുകയാണ്. ഈ ജെറോബോവാമിന്റെ ഭാര്യ പടിവാതിൽക്ക് എത്തിയപ്പോൾ കണ്ണ് കാണാതെ കണ്ണിന്റെ കാഴ്ചക്ക് മങ്ങിയിരിക്കുന്ന അഹിയ കുടിലിനുള്ളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ജെറോബോവാമിന്റെ ഭാര്യ, നീ ഉള്ളിലേക്ക് കടന്നു വരിക. ജെറോബോവാമിന്റെ ഭാര്യ ഞെട്ടി. എന്തായാലും ശരി, അവൾ കടന്നു ചെന്നു. അവൾ കടന്നു ചെന്നപ്പോൾ ജെറോബോവാം ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ചു. രാജാക്കന്മാർ 1-ാമത്തെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, നിന്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു, എന്നെ പുറന്തള്ളുകയും ചെയ്തു. ആകയാൽ ജെറോബോവാമിന്റെ കുടുംബം ചപ്പു ചവറുകൾ എരിയിച്ചു കളയുന്നത് പോലെ നശിപ്പിക്കപ്പെടും. ജെറോബോവാമിന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവനെ നായ്ക്കളും, വെളിമ്പ്രദേശത്ത് വെച്ച് മരിച്ചാൽ അവനെ ആകാശപ്പറവകളും ഭക്ഷിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്, നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ നിന്റെ കുട്ടി മരിക്കും. ഇസ്രായേൽ ജനം ദുഃഖമാചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും. ജെറോബോവാമിന്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ജെറോബോവാമിന്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരിക്കുന്നു. നോക്ക്, ഏതാണ്ട് 10-22ഓളം രാജാക്കന്മാര് സോളമന് ശേഷം ഇസ്രായേൽ ഭരണം നടത്തി. ദൈവം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്, ജെറോബോവാമിന്റെ സന്തതികളിൽ അവനിൽ മാത്രം കർത്താവ് അല്പം നന്മ. ചിന്തിച്ചു നോക്കുക, ഒരു കുട്ടി, ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു കുറച്ച് നന്മ പുറത്തേക്കൊന്നും പ്രകാശിപ്പിച്ചിട്ടില്ല, എങ്കിലും അവനിൽ ഒരു ഇത്തിരി നന്മയുണ്ടായിരുന്നു. അതിനെ ദൈവം വിലമതിക്കുകയാണ്, അതിനെ ദൈവം പ്രശംസിക്കുകയാണ്, അതിനെ ദൈവം പുകഴ്ത്തുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, അവരിൽ ഇത്തിരി നന്മ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അവൻ കല്ലറയിൽ സംസ്കരിക്കപ്പെടും. ജെറോബോവാമിന്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു അല്പം നന്മ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് അത് കാണുന്നുണ്ട്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് അത് അറിയുന്നുണ്ട്. ഞാനും നിങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഭൂമിയിൽ ഈ തിന്മ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന, കുലം കുത്തി തിന്മ ഒഴുകുന്ന ഈ ഭൂമിയിൽ ചുറ്റുമുള്ളത് എല്ലാവരും പാപം ചെയ്ത് തിന്മ ചെയ്ത് തിന്മയുടെ മഹാപ്രവാഹത്തിലാണ്ടിരിക്കുമ്പോൾ
ഞാൻ മാത്രം ഇങ്ങനെ നന്മ ചെയ്തിട്ട്, ഞാൻ മാത്രം ഇങ്ങനെ സത്യം സംസാരിച്ചിട്ട്, ഞാൻ മാത്രം അനീതി ചെയ്യാതെ ജീവിച്ചിട്ട്, ഞാൻ മാത്രം കൈക്കൂലി വാങ്ങാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് ഹൃദയത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വേദന. ഇതാ, നിന്റെ ഹൃദയത്തിൽ അല്പം നന്മയുണ്ടെങ്കിൽ അത് കണ്ട് പ്രതിഫലം നൽകുന്ന കർത്താവുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട്. എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മൾ നോക്കണ്ട. എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം നന്മയുണ്ടെങ്കിൽ, ഒരല്പം സത്യം ഉണ്ടെങ്കിൽ, ഒരല്പം നീതി ഉണ്ടെങ്കിൽ അത് കണ്ട് പ്രതിഫലം നൽകുന്ന കർത്താവ് വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ലിഖിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ചെറിയ കുഞ്ഞാകട്ടെ, ബാലികാബാലന്മാരാകട്ടെ, വിദ്യാർത്ഥിനികളാകട്ടെ, യുവതിവാക്കന്മാരാകട്ടെ, ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും ഏത് ജീവിതാന്തരത്തിൽപ്പെട്ടവരാകട്ടെ, എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരല്പം സത്യം, ഒരല്പം നീതി, ഒരല്പം നന്മ, ഒരല്പം വിശ്വാസം, ഒരല്പം ദൈവസ്നേഹം, ഒരല്പം ദയ, എന്തെങ്കിലും ദൈവികം ഒരല്പം അംശം ഉണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവം അറിയുന്നുണ്ട്. അതിന് എനിക്കും നിങ്ങൾക്കും പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. എനിക്കും നിങ്ങൾക്കും പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഒരു ദൈവ പൈതൽ തന്റെ വേദന പങ്കുവെക്കുകയാണ്. ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. നോക്കുക, തിന്മ ചെയ്ത് പൂണ്ടു നടക്കുന്ന അനേകം ദുർമാർഗങ്ങളുടെ നടുവിൽ ഒരു ദൈവ പൈതല് അവൻ വിശുദ്ധിയോടും നീതിയോടും ജീവിച്ചപ്പോ, കുറെ നാളുകൾ അങ്ങനെ ജീവിച്ചപ്പോ അവന്റെ ഉള്ളിൽ തന്നെ ഒരു വ്യർത്ഥതാബോധം തോന്നുകയാണ്. ഇങ്ങനെ സകലരും തിന്മയെ മുഴുകിയിരിക്കുമ്പം, സകലയിടത്തും അന്ധകാരം പിടിമുറുക്കുമ്പം, സകലയിടത്തും അഹങ്കാരം കട്ടപിടിക്കുമ്പം, സകലയിടത്തും ധിക്കാരം പെരുകുമ്പം, ഞാൻ മാത്രം എളിമയുള്ളവനായി, ഞാൻ മാത്രം വിനയമുള്ളവനായി, ഞാൻ മാത്രം അനുസരണമുള്ളവനായി, ഞാൻ മാത്രം സത്യസന്ധനായി ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ? ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എൻ്റെ അവസ്ഥ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഈ ഒരു വേദന വേണ്ട മക്കളെ. കാരണം ഒരല്പം നന്മയുണ്ടെങ്കിൽ അതുപോലും കർത്താവ് അറിയുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 16-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലമുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ചുറ്റുമുള്ള അഹങ്കാരികളുടെയും ധിക്കാരികളുടെയും കഠിന പാപത്തിൽ പൂണ്ടുകിടക്കുന്നവരുടെയും നെകള വാക്കുകൾ കേട്ട് ഞാൻ നിങ്ങൾ കുലുങ്ങരുത്. 1 മക്കബായർ 2-ാം അധ്യായം 62 തിരുലിഖിതം, പാപിയുടെ വാക്കുകളെ ഭയപ്പെടണ്ട, പാപിയുടെ പ്രതാപം പുഴുക്കളും ചാണകവുമായി മാറും. ഇന്ന് രാജാവ്, നാളെ ജഡം. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയാണ്. ഓ ദൈവമേ, നന്മ ചെയ്തും വിശുദ്ധിയിൽ ജീവിച്ചും സത്യസന്ധതയിൽ വ്യാപരിച്ചും നീതിയോടെ പ്രവർത്തിച്ചും ജീവിക്കുന്നതിനെ കുറിച്ച് വ്യർത്ഥത തോന്നിപ്പിക്കുന്ന എല്ലാ തിന്മയുടെ അരുവികളെയും ഇന്ന് ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വിശുദ്ധി ജീവിക്കാൻ, പ്രാർത്ഥനയിൽ ജീവിക്കാൻ, എളിമയിൽ ജീവിക്കാൻ, അനുസരണത്തിൽ ജീവിക്കാൻ, ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ, ക്ഷമിച്ചു ജീവിക്കാൻ, ദയയിൽ ജീവിക്കാൻ, ദൈവവചനത്തിന്റെ മൂല്യങ്ങൾ ജീവിക്കുന്നതിൽ അഭിമാനം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ഉന്നതാഭിഷേകം ഇപ്പോൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 15-16. ഇതാ അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ അവിടുന്ന് വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തെരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 26-ാം തിരുലിഖിതം, തന്നെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവം അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. പാപികൾക്കാകട്ടെ സമ്പത്ത് ശേഖരിച്ച് കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ മണിക്കൂറിൽ ദൈവവചനം കേൾക്കാനിരുന്നപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നാം യത്നിക്കുകയായിരുന്നു. കരങ്ങൾ ഉയരട്ടെ. ഓ ദൈവമേ, അവിടുത്തെ തിരുശരീരത്തിൽ നിന്നും അത്ഭുത ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഇടപെടണമേ. കുടുംബങ്ങളിൽ നിന്ന് തലമുറ എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ കർത്താവേ.
ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും അനർത്ഥത്തിൻ്റെയും അപകടങ്ങളുടെയും എല്ലാ ദുർപീഠകളും കുടുംബങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഓ ദൈവമേ, സന്ധ്യാപ്രാർത്ഥന പുലരാത്ത കുടുംബങ്ങളിലേക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശ്വാസം മങ്ങിപ്പോയവരും പ്രാർത്ഥന നിലച്ചു പോയവരും ദേവാലയത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ടവരുമായ ഓരോരുത്തരിൽ നിന്ന് സാത്താൻ കോട്ടകൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന.